കേരളത്തിൽ പുതിയ കോൺഗ്രസ് സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങുന്നതിനിടെ പാർട്ടിയിലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തി പരിഹരിക്കാൻ ഹൈക്കമാൻഡ് നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വസതിയിലെത്തി നടത്തിയ കൂടിക്കാഴ്ച വരും ദിവസങ്ങളിലെ ഭരണകൂടത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നതിൽ നിർണായകരമാകും. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ VD സതീശൻ യുഗം ആരംഭിക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കളുടെ അതൃപ്തി പരിഹരിക്കുക എന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അതീവ ഗൗരവകരമുള്ള വിഷയമാണ്. ഈ ദൗത്യവുമായാണ് കേരളത്തിന്റെ ചുമതല AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രംഗത്തെത്തിയത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കി നിശ്ചയിച്ചതിൽ രമേശ് ചെന്നിത്തല പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ചെന്നിത്തലയെ പോലെ സ്വാധീനമുള്ള ഒരു നേതാവ് ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമാകുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി. ദീപാദാസ് മുൻഷിയുടെ സന്ദർശനം ഈ വിള്ളലുകൾ അടയ്ക്കാനുള്ള ഡൽഹിയുടെ നേരിട്ടുള്ള ഇടപെടലായിരുന്നു. മറ്റു നേതാക്കൾ മുഖേന സന്ദേശം അയക്കുന്നതിന് പകരം ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക പ്രതിനിധി തന്നെ വഴുതക്കാട്ടെ വസതിയിലെത്തിയത് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് നൽകിയ അംഗീകാരമായി കാണാം. ഫോൺ വഴിയുള്ള അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് ദീപാദാസ് മുൻഷി നേരിട്ടെത്തിയത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചെന്നിത്തലയുടെ സേവനങ്ങളെ വിലമതിക്കുന്നുവെന്നും പുതിയ ഭരണ സംവിധാനത്തിൽ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം ഉറപ്പാക്കുമെന്നുള്ള ഉറപ്പ് അവർ കൈമാറി. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകണമെന്ന് ഹൈക്കമാൻഡ് ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ട്. ഭരണം വിജയകരമാക്കാൻ മുതിർന്ന നേതാക്കളുടെ സജീവ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. സതീശൻ ചെന്നിത്തല കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ദീപാദാസ് മുൻഷി എത്തിയത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. സതീശൻ വൈകാരികമായ വശങ്ങൾ സംസാരിച്ചപ്പോൾ ദീപാദാസ് മുൻഷി ഭരണപരമായ ഔദ്യോഗിക പദവികളെക്കുറിച്ചും ഹൈക്കമാൻഡിന്റെ താല്പര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഈ സന്ദർശനത്തോടെ ചെന്നിത്തല ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ അയയുകയും പാർട്ടിയിൽ ഒരു സമവായ അന്തരീക്ഷം സംജാതമാവുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചെന്നിത്തലയുടെ മികവ് പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ പാർട്ടിയിലെ I ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കളുടെയും വക്താവായി ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അധികാര സന്തുലനം നിലനിർത്താൻ സഹായിക്കും. ദീപാദാസ് മുൻഷി എത്തുന്നതിന് തൊട്ടു മുൻപ് VD സതീശൻ ചെന്നിത്തലയുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ ചർച്ചയായിരുന്നു. ജോസഫ് വാഴക്കൻ, VT ബൽറാം, അൻവർ സാദത്ത്, അബിൻ വർക്കി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സതീശൻ എത്തിയതെങ്കിലും ചെന്നിത്തലയുമായി അദ്ദേഹം ദീർഘനേരം സ്വകാര്യമായി സംസാരിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തങ്ങൾക്കിടയിൽ യാതൊരുവിധ ഉപാധികളുമില്ലെന്നും ചെന്നിത്തല ജ്യേഷ്ഠതുല്യനാണെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നേരത്തെ ഗുരുവായൂർ സന്ദർശന വേളയിൽ കടുത്ത മൗനം പാലിച്ചിരുന്ന ചെന്നിത്തല ഇപ്പോൾ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ തീരുമാനം വ്യത്യസ്തമായിരുന്നുവെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പാർട്ടിയുടെ വലിയൊരു വിഭാഗത്തിന് ആശ്വാസമേകി. സതീശനെ അഭിനന്ദിക്കാൻ വൈകിയെങ്കിലും ഹൈക്കമാൻഡ് പ്രതിനിധിയെ സ്വീകരിച്ചതോടെ അദ്ദേഹം സഹകരണത്തിന്റെ പാതയിലാണെന്ന് വ്യക്തമാക്കുന്നു. 2026 ഈ മാറ്റം കേരള കോൺഗ്രസിൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് വഴി തുറക്കുന്നു. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് UDF മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും കോൺഗ്രസിന്റെ ഐക്യ നീക്കങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്.